അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ പഠിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ആത്മോപദേശ ശതകം കൃതിയിലെ 59-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. അറിവിനെ വിട്ടധ ഞാനുമില്ല, എന്നെ പിരിയുകിലില്ലറിവും പ്രകാശമാത്രം. അറിവറിയുന്നവനിന്നു രണ്ടുമോർത്താലൊരു പൊരുളാമതിലില്ല വാദമേതും. അറിവിനെ വിട്ടധ ഞാനുമില്ല, എന്നെ പിരിയുകിലില്ലറിവും പ്രകാശമാത്രം. അറിവറിയുന്നവനിന്നു രണ്ടുമോർത്താലൊരു പൊരുളാമതിലില്ല വാദമേതും. ആദ്യം നമുക്ക് അന്വയാർത്ഥം പഠിക്കാം. അറിവിനെ വിട്ട് എന്ന് പറയുമ്പോൾ അറിവിൽ നിന്നും വേറിട്ട്, അറിവിനെ വിട്ട്. അധ ഞാനുമില്ല, പിന്നെ ഞാനെന്ന ബോധമില്ല. അറിവിനെ വിട്ടാൽ, അറിവില്ല എങ്കിൽ ഞാനില്ല. ഞാൻ അറിവാണെന്ന ബോധത്തിൽ നിറയണം. എന്നെ പിരിയുകിൽ, എന്നെ പിരിയുകയാണെങ്കിൽ, അറിവ് എന്നിൽ നിന്ന് പിരിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നെ പിരിയുകയാണെങ്കിൽ അറിവുമില്ല, പിന്നെ അറിവുമില്ല, ഞാനുമില്ല. ഞാൻ അറിവാണെന്ന് ബോധ്യപ്പെട്ടാൽ അറിവിന് എന്നെ പിരിയാൻ പറ്റില്ലല്ലോ. ശരിയല്ലേ? ഞാൻ അറിവാണ്. അങ്ങനെയാവുമ്പോൾ അറിവിന് എന്നെ പിരിയാൻ പറ്റില്ല, വിട്ടുപോകാൻ പറ്റില്ല. പ്രകാശമാത്രം. ഞാനും അറിവും പ്രകാശമാണെന്നറിയുക. അറിയുന്നവനെന്നുള്ള ബോധം രണ്ടുമോർത്താൽ, ഇക്കാര്യം രണ്ടും അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഒരു പൊരുളും, അതായത് ഒരേ ഒരു സത്യം മാത്രമാണ്. ഇതിലില്ല വാദമേതും. ഇക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, അല്ലെങ്കിൽ ഇക്കാര്യം സത്യമാണ്, യാതൊരു സംശയവുമില്ല. ഇവിടെ ഗുരു പറയുന്നത് എൻ്റെ അറിവ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. സാധാരണ പറയുന്നതാണ് എൻ്റെ അറിവ് നിന്നേക്കാൾ വലുതാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഈ ഒരു പറച്ചിൽ തെറ്റാണ്. കാരണം ഞാനെന്ന് പറയുന്നത് അറിവ് മാത്രമാണ്. അറിവില്ലെങ്കിൽ പിന്നെ ഞാനില്ലല്ലോ. അറിവും ആത്മാവും ഒന്നാണെന്ന കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ ചിലർ പറയാറില്ലേ, ഞാൻ അറിയുന്നു, ഞാൻ എല്ലാം അറിയുന്നു. ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ അറിവിൽ നിന്ന് നാം അകന്നിരിക്കുന്നത് പോലെ തോന്നാം. ആലോചിച്ച് നോക്കുക. അറിവിന് വേണ്ടി നമ്മൾ പുസ്തകങ്ങളെ ശരണം പ്രാപിക്കുന്നു. പുസ്തകങ്ങളിലാണ് അറിവിരിക്കുന്നത് എന്ന ധാരണയിലാണ് പുസ്തകങ്ങൾ നാം വായിച്ചു പഠിക്കുന്നത്. ശരിയല്ലേ? എൻ്റെ അറിവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അഹങ്കരിക്കുമ്പോൾ അയാൾ കുറെ സമ്പത്ത് കൈവശപ്പെടുത്തിയതുപോലെ, കൈവശ സമ്പത്ത് പോലെ അറിവും
കൈവശപ്പെടുത്തിയതായി തോന്നാം. സമ്പത്ത് കൈവശപ്പെടുത്തിയതുപോലെ അറിവും പല രീതിയിൽ കൈവശപ്പെടുത്തിയതായി തോന്നാം. ഞാൻ സ്വന്തമാക്കിയ അറിവ് എന്ന ധാരണയിൽ അല്പം അഹങ്കാരവും ഈ വ്യക്തിക്കുണ്ടാകാം. ഈ ഒരു അവസ്ഥ വന്നാൽ കൂടുതൽ അറിവ് സമ്പാദിക്കുന്നവൻ ആ അറിവിലൂടെ സമൂഹത്തിൽ കൂടുതൽ അധികാരങ്ങൾ ചോദിച്ചു വാങ്ങിക്കും, യാതൊരു സംശയവുമില്ല. ഇതേക്കുറിച്ച് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും, ശരിയല്ലേ? നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയല്ലേ? അങ്ങനെ വരുമ്പോൾ അറിവിനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. എന്നാൽ ഞാനും അറിവും പ്രകാശമാത്രമാണെന്നറിയുമ്പോൾ, ഞാൻ പ്രകാശമാണ്, ഞാൻ അറിവാണ് എന്ന് തോന്നുമ്പോൾ, മാത്രമല്ല എല്ലാം ഒരേ ഒരു അറിവാണെന്ന് കൂടി അറിയുമ്പോൾ, അഹന്ത വെടിഞ്ഞ് സ്നേഹത്തിൻ്റെ സുഗന്ധം അനുഭവിക്കാൻ കഴിയും. മൂല്യവത്തായ ഒരു ജീവിതം പടുത്തുയർത്താൻ നമുക്ക് കഴിയും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഞാനും അറിവും ഒന്നാണെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം എല്ലാം ഒന്ന് തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ധന്യമാക്കാനാണ് ഗുരു ആത്മോപദേശ ശതകത്തിൻ്റെ 9ാമത്തെ ശ്ലോകത്തിലൂടെ നമ്മളെ അറിവിലേക്ക് കൈപിടിച്ച് നയിക്കുന്നത്. അറിവിനെ വിട്ടധ ഞാനുമില്ല, എന്നെ പിരിയുകിലില്ല അറിവും പ്രകാശമാത്രം. അറിവറിയുന്നവനെന്നു രണ്ടുമോർത്താലൊരു പൊരുളാമതിലില്ല വാദമേതും. ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക, നല്ലതുപോലെ മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.